ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് ലോകമെങ്ങും സുനാമിയെക്കുറിച്ചുള്ള ഭയത്തിൽ ആളുകൾ കഴിയുകയാണ്. റഷ്യയിലുണ്ടായ സുനാമി അത് ജപ്പാനിലേക്കും അമേരിക്കയിലേക്കും എല്ലാം അതിൻ്റെ പ്രകമ്പനങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഭൂകമ്പം, സമുദ്രം അതിൻ്റെ അതിരുവിട്ട് കരയിലേക്ക് കയറുന്നു. തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ ദൈവം സമുദ്രത്തിന് മണലാണ് അതിരാക്കി വച്ചിരിക്കുന്നത്. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കടൽ സന്ദർശിക്കാൻ പോയപ്പോഴൊക്കെ പ്രത്യേകമായ ചില ഭാഗത്ത് ചില നിറവ്യത്യാസമുള്ള വെള്ളത്തെ ഞാൻ കണ്ടപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, അതെന്താണ് അത്രയും ഭാഗത്ത് ഒരു നിറവ്യത്യാസം? അവർ പറഞ്ഞ മറുപടി, അവിടെ എല്ലാം കരയായിരുന്നു, അത് കടൽ എടുത്തുകൊണ്ട് പോയതാണ്, കിലോമീറ്ററുകളോളം കടൽ എടുത്തുകൊണ്ട് പോയതാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, കടൽ ഭിത്തി കെട്ടിയില്ലേ? കടൽ ഭിത്തി കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. തിരകൾ വരുമ്പോൾ കടൽ ഭിത്തി അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകും. അത് ഗവൺമെന്റിന് കുറെ നഷ്ടം വരുത്താനും കോൺട്രാക്ടർമാർക്ക് കുറെ കരാറെടുക്കുന്നവർക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കാനും മാത്രമേ അത് ഉതകൂ എന്ന് അവർ പറയുകയുണ്ടായി. തിരുവെഴുത്ത് എപ്പോഴും സത്യമായിട്ട് നിലകൊള്ളുന്നു. യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാത്തവണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിര് കടക്കുകയില്ല. ദൈവം സമുദ്രത്തിന് ആ തിരകൾക്ക് ഇത്രയേ വരാവൂ എന്ന് പറഞ്ഞ് അതിര് വെച്ചിരിക്കുന്നത് മണലാണ് അതിരാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, സമുദ്ര തീരങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ നമുക്ക് മണൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മളവിടെ നിന്ന് കളിക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ദൈവം വെച്ചിരിക്കുന്ന അതിര എന്ന് പറയുന്നത് മണലാണ്. ആ മണൽ വിട്ടിട്ട് എത്ര അലച്ചാലും തിര വരികയില്ല. അതിനൊരു ബൗണ്ടറി പോലെ അതങ്ങനെ വെച്ചിട്ടുണ്ട്. തിര കുറച്ചങ്ങ് കയറി വന്നിട്ട് അങ്ങനെ തന്നെ അങ്ങ് ഇറങ്ങിപ്പോവും. എന്നാൽ അതിൻ്റെ കുറച്ചപ്പുറേ, മീറ്ററുകൾക്കപ്പുറേ കടകളുണ്ടാവും, വീടുകളുണ്ടാവും, ഒത്തിരി ഗവൺമെൻറ് ഓഫീസുകൾ, സമുച്ചയങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങോട്ടൊന്നും ആ തിര കയറുന്നില്ല. അതിൻ്റെ അതിര് അവിടെ വെച്ചിരിക്കുകയാണ്. മണലാണ് അതിരാക്കി വെച്ചിരിക്കുന്നത്. അതിന് തടുക്കുവാൻ എത്ര കടൽ ഭിത്തി കെട്ടിയാലും അത് കാര്യമില്ല. ചില സന്ദർഭങ്ങളിൽ എന്തുകൊണ്ട് ഈ കടൽ കരയിലേക്ക് കയറി വരുന്നു? നമുക്കറിയാം, മുൻപൊരു സുനാമി എത്രയോ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോഴും അടുത്തൊരു സുനാമി, ഒരു ഭൂകമ്പം, അത് മുഖാന്തരം ഒരു സുനാമി. അങ്ങനെ സുനാമി ഉണ്ടായി എന്തുകൊണ്ട് കടൽ കരയിലേക്ക് കയറി വന്ന് നാശനഷ്ടങ്ങൾ വരുത്തുന്നു? ദൈവം പറയുന്നത് നിത്യപ്രമാണമായിട്ട് ഞാൻ മണലാണ് അതിരാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആ പ്രമാണം ലംഘിക്കപ്പെടുന്നത്? ദൈവം തന്നെയാണല്ലോ പറഞ്ഞത്, ഞാൻ സമുദ്രത്തിന് മണലാണ് അതിരാക്കി വെച്ചിരിക്കുന്നത്, എത്ര തന്നെ തിരകൾ അലച്ചാലും അത് അതിര് കടക്കുകയില്ല. ദൈവം അങ്ങനെയാണ് പ്രമാണം വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട അതാണ്. എന്നാൽ ഈ പ്രമാണം കിടക്കുന്നതിന്, ഈ പ്രമാണം ലംഘിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ കരയിലേക്ക് കടൽ കയറി പോരുന്നതിന് ഒരു കാരണമുണ്ട്. അതവിടെ യെരമ്യാ പ്രവചനം തന്നെ 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായി തീർന്നിരിക്കുന്നു. അവർ പുഷ്ടി വെച്ച് മിന്നുന്നു. ദുഷ്കാമങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു. അവർ അനാഥർക്ക് ഗുണം വരത്തക്കവണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല. ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നുമില്ല. ഈവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ദൈവം ചില സമയത്ത് മാറ്റുന്നതിൻ്റെ കാരണം മനുഷ്യരുടെ അകൃത്യം ആണ്. സാധുക്കളെ കൊള്ളയടിക്കുകയും പിടിച്ചുപറിക്കുകയും അവർക്ക് നീതി ലഭിക്കാതിരിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം പ്രമാണങ്ങൾ മാറ്റും, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ മാറ്റും. സമുദ്രത്തിൽ മണൽ അതിരാക്കി വെച്ചിരിക്കുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് ദൈവം കടലിനെ കരയിലേക്ക് കയറ്റുമാറാക്കും. ഇവിടെ അങ്ങനെയാ അവിടെ പറഞ്ഞിരിക്കുന്നത്,
ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങളത്രേ കാരണം. ഇത് സാധാരണ ജനങ്ങൾ മാത്രമല്ല, ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏറിയിരിക്കുന്ന ആൾക്കാരും അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം 30-31 വിസ്മയവും ഭയങ്കരമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? ഇന്ന് അനേക വ്യാജ പ്രവാചകന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രവചനം എന്ന് പറയുന്നത് അത് വളരെ കൃത്യതയോടുകൂടി പറയേണ്ടതാണ്. അതിന് പകരമായിട്ട് അവിടെ ഒരു ഇത് കാണുന്നു, ഒരു മുഴ കാണുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മുഴ മാറുന്ന പ്രവചനങ്ങൾ അല്ലെങ്കിൽ മുഴയുള്ള പ്രവചനങ്ങളൊക്കെ കാണുന്നുള്ളൂ. ഒരാളെ എന്ന് ജനിച്ചു എന്ന് പറയാനോ, അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാനോ, അയാളുടെ ബയോഡാറ്റ പറയുവാനൊന്നും അങ്ങനെയുള്ള പ്രവാചകന്മാർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവരുണ്ട്, വളരെ നല്ല ദീർഘദർശന അഭിഷേകമുള്ള ആളുകളെല്ലാം ഉണ്ട്, വളരെ കുറവാണ്. എന്നാൽ അനേകരും ഒരുതരം സൂത്രത്തിൽ വ്യാജം പറഞ്ഞ് ജനത്തെ പറ്റിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ജനത്തിന് ഇഷ്ടമാണ്. ഇങ്ങനെ ചെന്ന് പറയുമ്പോൾ, നിനക്ക് അങ്ങനെ നല്ലൊരു കാര്യം വരാൻ പോകുന്നു, നിന്റെ ഭാവി മാറാൻ പോകുന്നു, ദൈവം നിന്നെ സന്ദർശിക്കാൻ പോകുന്നു. അവൻ്റെ പാപത്തെക്കുറിച്ച് അവന് ബോധം വരുത്തുന്നില്ല. പാപത്തിന് പരിഹാരം വരുത്തി കഴിയുമ്പോൾ ദൈവം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ആദ്യമേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതിനോടുകൂടെ ദൈവം ബാക്കിയെല്ലാം നൽകും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ലോകത്ത് വിസ്മയവും ഭയങ്കരവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം ദൈവത്തെ ഭയപ്പെടുകയാണ് വേണ്ടത്. അതിന് പകരം പലരും ചോദിക്കുന്ന ചോദ്യം, ദൈവത്തിന് കണ്ണില്ലേ? ദൈവം എന്താണ് ഈ ജനങ്ങളെല്ലാം കൊന്നൊടുക്കുന്നത്? ദൈവത്തിന് യാതൊരു മനസാക്ഷിയുമില്ല എന്നെല്ലാം പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ദൈവം മനസാക്ഷിയുള്ളവനും ദൈവം കരുണയുള്ളവനുമാണ്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ദൈവത്തെ മറന്ന് അധർമ്മം പ്രവർത്തിക്കുമ്പോൾ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവനെന്ന് ദൈവം പറയുക മാത്രമല്ല, ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് ദൈവം ആ കടൽ കരയിലേക്ക് കയറുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ചില വർഷങ്ങളായി മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നെ ഹൃദയത്തിൽ പല പ്രാവശ്യം പറയുന്നത് എനിക്ക് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. 3-4 വർഷമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. ചില ദേവദാസന്മാരോടൊക്കെ ഞാനത് ഷെയർ ചെയ്തിട്ടുമുണ്ട്. ഞാൻ കുറേ ആ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജനം മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജനം മാത്രമല്ല, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദേവദാസന്മാരും വളരെ മാനസാന്തരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാനടക്കം നമ്മളെല്ലാവരും മനം തിരിയണം. നമ്മുടെ അകൃത്യങ്ങൾ ദൈവം ക്ഷമിച്ചു തരണം. അകൃത്യങ്ങളെ വിട്ട് തിരിയണം. സാധുക്കൾക്ക് ന്യായപാലനം നടത്തി കൊടുക്കണം. ദൈവം അതിലൊക്കെയാണ് പ്രസാദിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ദൈവത്തെ ഭയപ്പെടുക. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നമ്മുടെ മധ്യ വലിയവനാണ്. അവനെ ഭയപ്പെടണം. അവൻ ഭയപ്പെടുവാൻ തക്കവണ്ണം വലിയവനായ ദൈവമാണ്. അവൻ യാക്കോബിനേക്കാൾ വലിയവനാണ്. അവൻ എബ്രഹാമിനേക്കാൾ വലിയവനാണ്. അവൻ യോനയേക്കാൾ വലിയവനാണ്. അവൻ യെരൂശലേം ദേവാലയത്തെക്കാൾ വലിയവനാണ്. ആ സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വചന കേൾവിയാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവമേ, അങ്ങേ ഭയപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. കർത്താവേ, സകല തിന്മകളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളണമേ. കർത്താവ്, സകല ജാഗ്രതയോടെ ഞങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുവാൻ തക്കവണ്ണം ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. രാജ്യത്ത്, ലോകത്ത് നടക്കാനിരിക്കുന്ന അനിഷ്ടകരമായ കർത്താവെ സംഭവങ്ങൾ അതൊക്കെ മാറിപ്പോകാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരെ നശിച്ചു പോകാതെ മാനസാന്തരപ്പെടുവാൻ തക്കണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ എല്ലാവരോടും ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, തലമുറയിൽ ദൈവമേ അങ്ങയെ കണ്ടെത്തുവാൻ തക്കണം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ജനത്തെ സഹായിക്കണമേ. അങ്ങ് ക്രൂസിൽ നിർവഹിച്ച ആ ഒരു പ്രവൃത്തി കർത്താവെ, അത് ജനം വിശ്വസിക്കുവാനും ഏറ്റെടുക്കുവാനും പാപക്ഷമ പ്രാപിക്കുവാനും അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനും ഒക്കെ ഇടയായി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് സഹായിക്കണമേ. പിശാച് ജനത്തെ വഞ്ചിച്ച് കെട്ടിയിരിക്കുന്ന കെട്ടുകളിൽ നിന്നെല്ലാം അവരെ സ്വതന്ത്രമാക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരോട് കരുണ കാണിക്കണം, അവരെ ധാരാളമായിട്ടും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടുത്തെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം എടുത്താട്ടെ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.